നെയ്യാറ്റിൻകരയിൽ കോളറ ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനും രോഗബാധ പിടിച്ചുചേർക്കാനുമുള്ള നടപടികൾ ശക്തമാക്കി. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ആശുപത്രികളും സ്കൂളുകളും സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജൂണിൽ വയറിളക്ക ബാധയുണ്ടായ കൊച്ചി കാക്കനാട്ടെ DLF ഫ്ളാറ്റുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോളറ ഒരു ഗുരുതര വയറിളക്ക രോഗമാണ്. ഇത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാൽ സംഭവിക്കുന്നു. മലിനജലം, ഭക്ഷണം തുടങ്ങിയവയിൽ നിന്ന് പടരുന്ന ഈ രോഗത്തിന് അടിയന്തര ചികിത്സയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ശക്തമായ വെള്ളം പോലുള്ള വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം എന്നിവയാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക. കോളറ പ്രതിരോധത്തിന് ശക്തമായ ആന്റിബയോട്ടിക് മരുന്നുകളുണ്ട്. കൂടാതെ ORS ലായനി ഉപയോഗിച്ച് നിർജ്ജലീകരണം കുറയ്ക്കാനും ഗുരുതരാവസ്ഥ ഒഴിവാക്കാനും കഴിയുന്നുണ്ട്. ചിറകുടലിൽ ബാധിക്കുന്ന അണുബാധയാണ് കോളറ. വിബ്രിയോ കോളറ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. മലിനമായ ഭക്ഷണത്തിലും വെള്ളത്തിൽ നിന്നാണ് ഈ അസുഖം പടരുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ ഈ അസുഖം ഉണ്ടാക്കാം. രോഗാണു നമ്മുടെ ദേഹത്ത് കയറിയതിനു ശേഷം 1-2 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ വരും. പ്രധാനമായുള്ള രോഗലക്ഷണം എന്ന് വെച്ചാൽ അമിതമായ വയറിളക്കവും പിന്നെ ഛർദിലും, ചെറിയ രീതിയിൽ പനിയും ദേഹവേദനയും വരാം. പിന്നെ വയറിളക്കത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം വെള്ളം മലത്തിൽ കൂടെ പോകും. അതുകൊണ്ട് ഇതിനെ കഞ്ഞിവെള്ളം പോലുള്ള വയറിളക്കം എന്നാണ് വിളിക്കുന്നത്. ദേഹത്ത് നിന്ന് ഇത്രയും ജലാംശം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരികയും അത് കാരണമുള്ള കോംപ്ലിക്കേഷനും പെട്ടെന്ന് വരികയും ഈവൻ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് രോഗലക്ഷണം ഉള്ള ആൾക്കാർ ORS ലൈനി എത്രയും പെട്ടെന്ന് കുടിക്കണം. ഇനി വീട്ടിൽ ORS ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. 1 ലിറ്റർ ശുദ്ധവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പും 6 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് കലക്കിയാൽ അത് ORS ആവും. അത് കുടിക്കുക. ഓരോ വട്ടം വയറിളകുമ്പോൾ ORS കുടിക്കുക. ഇനിയിപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ടും വയറിളക്കം നിൽക്കുന്നില്ല, പനിയുണ്ട്, ക്ഷീണമുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലോ ഡോക്ടറെ പോയി കാണുക. ഇനി ഈ രോഗം എങ്ങനെ നമുക്ക് തടയാം? നേരത്തെ പറഞ്ഞ കണക്ക് മലിനമായ ഭക്ഷണത്തിനും വെള്ളത്തിനുമാണ് ഈ രോഗാണുക്കൾ പടരുന്നത്. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ശരിയായ രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക. വെളിയിലുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. ശരിയായ പാകം ചെയ്ത ഭക്ഷണം എപ്പോഴും അടച്ചു വയ്ക്കുക. ഇനി ഈ ഭക്ഷണത്തിൽ ഈച്ചകളോ വേറെ പ്രാണികളോ വരാതിരിക്കാൻ നോക്കുക. ശുദ്ധമായ വെള്ളവും ശുദ്ധമായ ആഹാരത്തിലും കൂടെ നമുക്ക് ഈ രോഗത്തെ തടയാൻ സഹായിക്കും. ഈ രോഗം പടരുന്നത് തടയാൻ രോഗികളെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുന്നത് നിർണായകമാണ്. ആളുകൾ ശുചിത്വം പാലിക്കാനും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. കോളറ രോഗത്തിന്റെ പടരൽ തടയുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. കൃത്യമായി പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാവൂ. ഫലങ്ങൾ, പച്ചക്കറികൾ നന്നായി കഴുകി ഉപയോഗിക്കുക. ശുചിത്വം പാലിച്ച് രോഗപകർച്ച ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ശൗചാലയം ഉപയോഗിച്ച ശേഷം കൈകൾ നന്നായി കഴുകുക. മഴക്കാലം തുടങ്ങിയതോടെ ജലജന്യ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. ശുചിത്വമില്ലാത്ത വെള്ളം കുടിക്കാതിരിക്കുക. തുറന്നു കിടക്കുന്ന ഭക്ഷണങ്ങളും വെള്ളവും ഉപയോഗിക്കാതിരിക്കുക. ഈ ചെറിയ മുൻകരുതൽ ശീലങ്ങൾ പാലിച്ച് ഗുരുതരമായ കോളറ രോഗത്തെ പ്രതിരോധിക്കാം. സംസ്ഥാനത്ത് അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട മറ്റ് പല പകർച്ചവ്യാധികളെയും തടയാൻ ഇത്തരം മുൻകരുതലുകൾ അനിവാര്യമാണ്.